നമസ്കാരം. നോളജ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സൈക്കോളജിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണല്ലേ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ആൻസർ ചെയ്യുക. എന്നിട്ട് അവസാനം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് പറയാം. അതിനിപ്പം എത്ര കുറഞ്ഞ മാർക്കുള്ള ആയാലും ശരി, കുഴപ്പമില്ല, അതിലൊട്ടും വിഷമിക്കേണ്ട. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ഗോളാണല്ലോ ഉള്ളത്, വലിയ ലക്ഷ്യമല്ലേ ഉള്ളത്. അപ്പം അതിലേക്ക് വേണ്ടി മുന്നേറുക. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. ഒന്നാമത്തെ ചോദ്യം, പ്രതിഭാധനരായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായത് ഏത്? പ്രതിഭാധനരായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായത് ഏത്? ഓപ്ഷൻ എ, ക്ലാസ്സിൽ നടത്തിയ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് എഴുതുന്നു. ബി, പഠിക്കാനുള്ള പദ്യത്തിൻ്റെ നാടകീകരിച്ച സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. സി ഓപ്ഷൻ, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അടുത്തത്, അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, ക്ലാസ്സിൽ നടത്തിയ ഒരു സെമിനാറിൻ്റെ റിപ്പോർട്ട് എഴുതുന്നു. അടുത്തത്, പഠിക്കാനുള്ള പദ്യത്തിൻ്റെ നാടകീകരിച്ച സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. അടുത്തത്, പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. അടുത്ത ഓപ്ഷന്, അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? പഠിക്കാനുള്ള, ബി ഓപ്ഷനാണ്, പഠിക്കാനുള്ള പദ്യത്തിൻ്റെ നാടകീകരിച്ച സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ IQവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ സാധിക്കും? ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ IQവിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ സാധിക്കും? ഓപ്ഷൻ എ, IQ 130 കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി, IQ 120 ആയിരിക്കും. സി ഓപ്ഷൻ, IQ 100 ആയിരിക്കും. ഡി ഓപ്ഷൻ, IQ 100 കുറവായിരിക്കും. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ഓപ്ഷന് IQ 130 കൂടുതലായിരിക്കും. രണ്ടാമത്തേത് IQ 120 മൂന്നാമത്തെ ഓപ്ഷന് IQ 100 നാലാമത്തേത് IQ 100 കുറവായിരിക്കും. അപ്പം സി ഓപ്ഷനാണ് കറക്റ്റ്, IQ 100 എന്നുള്ളത്. ഇതിൻ്റെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യന്, കുട്ടിയുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനത്തിൻ്റെ ഏതു മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടിയുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനത്തിൻ്റെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ ഓപ്ഷന് വൈജ്ഞാനിക മണ്ഡലം, രണ്ടാമത്തേത് മനഃശാലക മണ്ഡലം, മൂന്നാമത്തേത് വൈകാരിക മണ്ഡലം. ഡി ഓപ്ഷന് മുകളിൽ കൊടുത്തവയെല്ലാം. കുട്ടിയുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനത്തിൻ്റെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? വൈജ്ഞാനിക മണ്ഡലം, മനഃശാലക മണ്ഡലം, വൈകാരിക മണ്ഡലം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരാം? സി ഓപ്ഷനാണ്, വൈകാരിക മണ്ഡലം എന്നുള്ളതാണ്. ഓക്കെ, നമുക്കടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ടു ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ബി ഓപ്ഷൻ, വ്യതിരിക്ത ചിന്ത. സി ഓപ്ഷൻ, ഏകമുഖ ചിന്ത. ഡി ഓപ്ഷൻ, ആശയ സ്പഷ്ടത, പുതുമ, നവീനം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത. ബി ഓപ്ഷൻ, വ്യതിരിക്ത ചിന്ത. സി ഓപ്ഷൻ, ഏകമുഖ ചിന്ത. ഡി ഓപ്ഷൻ, ആശയ സ്പഷ്ടത, പുതുമ, നവീനം. അപ്പം ഇതിലേതായിരിക്കും?
ഓപ്ഷൻ സി ആണ്, ഏകമുഖ ചിന്ത. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുതകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കേ. പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ കുട്ടി വസ്തുതകളെയും സാഹചര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി യുക്തിപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലകഘട്ടം, ബി ഓപ്ഷൻ പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി ഓപ്ഷൻ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി ഓപ്ഷൻ മൂർത്ത മനോവ്യാപാര ഘട്ടം. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. എ ഇന്ദ്രിയ ചാലകഘട്ടം, ബി പ്രാഗ് മനോവ്യാപാര ഘട്ടം, സി ഓപ്ഷൻ ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഡി ഓപ്ഷൻ മൂർത്ത മനോവ്യാപാര ഘട്ടം. ഡി ഓപ്ഷനാണ് കറക്റ്റ് ആയത്, മൂർത്ത മനോവ്യാപാര ഘട്ടം. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നാക്കമാണ്. പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതമാണ്. ടീച്ചർക്ക് അലോകിനെ പരിഗണിക്കാവുന്നത്? ഓപ്ഷൻ എ നേരിയ ബുദ്ധി പരിമിതി ഉള്ള കുട്ടിയായി, ബി സാധാരണ കുട്ടിയായി, സി ഓപ്ഷൻ കഠിനമായ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി, ഡി ഓപ്ഷൻ അഗാധമായ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലോക് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ പിന്നാക്കമാണ്. പഠനത്തിലുള്ള കുട്ടിയുടെ പുരോഗതിയും പരിമിതമാണ്. ടീച്ചർക്ക് അലോകിനെ പരിഗണിക്കാവുന്നത്? ഓപ്ഷൻ എ നേരിയ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി, ബി ഓപ്ഷൻ സാധാരണ കുട്ടിയായി, സി ഓപ്ഷൻ കഠിനമായ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി, ഡി ഓപ്ഷൻ അഗാധമായ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി. ഇതിലെ കറക്റ്റ് ആൻസർ എ ആണ്, നേരിയ ബുദ്ധി പരിമിതിയുള്ള കുട്ടിയായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 7ാമത്തെ ക്വസ്റ്റ്യന്, ആശയധാരണയുമായി ബന്ധപ്പെടുത്തി ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തത്? ആശയധാരണയുമായി ബന്ധപ്പെടുത്തി ജെറോം എസ് ബ്രൂണർ നിർദ്ദേശിച്ച ഘട്ടങ്ങളിൽ പെടാത്തതേത്? ഒന്നാമത്തെ ഓപ്ഷന് പ്രവർത്തന ഘട്ടം, രണ്ടാമത്തേത് ബിംബന ഘട്ടം, മൂന്നാമത്തേത് പ്രതിരൂപാത്മക ഘട്ടം, നാലാമത്തേത് പ്രയോഗഘട്ടം. ഒന്നുകൂടി ഓപ്ഷന് വായിക്കാം. എ ഓപ്ഷൻ പ്രവർത്തന ഘട്ടം, ബി ഓപ്ഷൻ ബിംബന ഘട്ടം, സി ഓപ്ഷൻ പ്രതിരൂപാത്മക ഘട്ടം, ഡി ഓപ്ഷൻ പ്രയോഗഘട്ടം. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, പ്രയോഗഘട്ടം. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം? നോം ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയുടെ അവികസിത രൂപം? ഒന്നാമത്തെ ഓപ്ഷൻ സമൂഹത്തിൽ കാണപ്പെടുന്നു, രണ്ടാമത്തേത് മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം ചെയ്യപ്പെടുന്നു, നാലാമത്തേത് ആശയവിനിമയത്തിലൂടെ വികസിക്കുന്നു. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് ഓപ്ഷന് സമൂഹത്തിൽ കാണപ്പെടുന്നു, സെക്കൻഡ് ഓപ്ഷന് മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു, മൂന്നാമത്തേത് വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം ചെയ്യപ്പെടുന്നു, നാലാമത്തേത് ആശയവിനിമയത്തിലൂടെ വികസിക്കുന്നു. കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എന്താണ്? ബി ആണ് കറക്റ്റ് ആൻസർ, മസ്തിഷ്കത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യന് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം എന്നിവ മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി മെക്കലാൻഡ്, ഓപ്ഷൻ സി ബന്ദൂര, ഓപ്ഷൻ ഡി ആഡ്ലർ. അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തി സാമൂഹികമായ അംഗീകാരം, അധികാരത്തോടുള്ള ആഗ്രഹം, നേടാനുള്ള ആഗ്രഹം എന്നിവ മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻ എ അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ ബി മെക്കലാൻഡ്, ഓപ്ഷൻ സി ബന്ദൂര, ഓപ്ഷൻ ഡി ആഡ്ലർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെക്കലാൻഡ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് വാദിച്ചത്. ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് വാദിച്ചത്. ഓപ്ഷൻ എ പാവ്ലോവ്, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ആൽപോർട്ട്. ഓപ്ഷൻ എ പാവ്ലോവ്, ഓപ്ഷൻ ബി വൈഗോട്സ്കി, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ആൽപോർട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്കിന്നർ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യന് പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ. പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്തുവെച്ച മനഃശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ വാട്സൺ, ഓപ്ഷൻ ബി പാവ്ലോവ്, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി കോഹ്ലർ. ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം. ഒന്നാമത്തെ ഓപ്ഷന് വാട്സൺ, രണ്ടാമത്തെ ആള് പാവ്ലോവ്, മൂന്നാമത്തെ ഓപ്ഷൻ സ്കിന്നർ, നാലാമത്തെ ഓപ്ഷൻ കോഹ്ലർ. നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഓപ്ഷൻ സി ആണ്, സ്കിന്നർ ആണ്. അടുത്തതായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി. ഓപ്ഷൻ എ കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. ഓപ്ഷൻ ബി ഗൈഡൻസ് നൽകുക. ഓപ്ഷൻ സി അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. ഓപ്ഷൻ ഡി ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. ഓപ്ഷൻ ബി ഗൈഡൻസ് നൽകുക. ഓപ്ഷൻ സി അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. ഓപ്ഷൻ ഡി ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. ഓപ്ഷൻ എ പ്രക്ഷേപണ രീതി, ഓപ്ഷൻ ബി സാമൂഹിക മിതി, ഓപ്ഷൻ സി നിരീക്ഷണ രീതി, ഓപ്ഷൻ ഡി ഫീൽഡ് സ്റ്റഡി. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ പ്രക്ഷേപണ രീതി, ഓപ്ഷൻ ബി സാമൂഹിക മിതി, ഓപ്ഷൻ സി നിരീക്ഷണ രീതി, ഓപ്ഷൻ ഡി ഫീൽഡ് സ്റ്റഡി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാമൂഹിക മിതി. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബുദ്ധിയെ സംബന്ധിച്ചുള്ള സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ജനറൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി ഗ്ലോബൽ ഇന്റലിജൻസ്, ഓപ്ഷൻ സി ജെൻഡർ ഇന്റലിജൻസ്, ഓപ്ഷൻ ഡി സ്പെസിഫിക് ഇന്റലിജൻസ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ബുദ്ധിയെ സംബന്ധിച്ചുള്ള സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് ജനറൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി ഗ്ലോബൽ ഇന്റലിജൻസ്, ഓപ്ഷൻ സി ജെൻഡർ ഇന്റലിജൻസ്, ഓപ്ഷൻ ഡി സ്പെസിഫിക് ഇന്റലിജൻസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ്, ജനറൽ ഇന്റലിജൻസ്. അടുത്തതായി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ലെവിൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാണ്. താഴെ പറയുന്നവയിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മാതാവായി അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബ്രൂണർ, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ലെവിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രൂണർ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യന്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ്, ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ, അടുത്തത് സി ഓപ്ഷനാണ് ആശയ പഠനം ബ്രൂണർ, ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം തോണ്ടേക്ക്. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം.
ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവലോവ്, ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നർ, ഓപ്ഷൻ സി ആശയ പഠനം ബ്രൂണർ, ഓപ്ഷൻ ഡി നിരീക്ഷണ പഠനം തൊണ്ടേക്ക്. അപ്പോൾ ഇതിൽ തെറ്റായ ജോഡിയായിട്ട് വരുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, ഓപ്ഷൻ ഡി ആണ് നിരീക്ഷണ പഠനം തൊണ്ടേക്ക് എന്നുള്ളത്. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ, അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ്? അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ഒസുബൽ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി ബ്രൂണർ. അനുക്രമ പഠന പദ്ധതി ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻ എ ഒസുബൽ, ഓപ്ഷൻ ബി സ്കിന്നർ, ഓപ്ഷൻ സി വൈഗോട്സ്കി, ഓപ്ഷൻ ഡി ബ്രൂണർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഒസുബൽ. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത്? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി ജെൻഡർ ബയാസ്, ഓപ്ഷൻ സി ജെൻഡർ റോൾ, ഓപ്ഷൻ ഡി ജെൻഡർ ഐഡന്റിറ്റി. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി ജെൻഡർ ബയാസ്, ഓപ്ഷൻ സി ജെൻഡർ റോൾ, ഓപ്ഷൻ ഡി ജെൻഡർ ഐഡന്റിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജെൻഡർ ബയാസ്. അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം? ഒരു നഴ്സറി കുട്ടിയെ നിർബന്ധിച്ച് എഴുതിക്കരുത് എന്ന് പറയാൻ കാരണം? ഓപ്ഷൻ എ ബുദ്ധി കുറവായതുകൊണ്ട്, ഓപ്ഷൻ ബി സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവ്, ഓപ്ഷൻ സി സ്ഥൂല പേശികളുടെ പക്വതക്കുറവ്, ഓപ്ഷൻ ഡി താല്പര്യക്കുറവ്. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. ഓപ്ഷൻ എ ബുദ്ധി കുറവായതുകൊണ്ട്, ഓപ്ഷൻ ബി സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവ്, ഓപ്ഷൻ സി സ്ഥൂല പേശികളുടെ പക്വതക്കുറവ്, ഓപ്ഷൻ ഡി താല്പര്യക്കുറവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സൂക്ഷ്മ പേശികളുടെ പക്വതക്കുറവ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്നത്? വിവിധ ആശയങ്ങൾ ചേർത്ത് വച്ച് പുതിയ രീതിയിൽ പ്രശ്ന പരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയാവുന്നത്? ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്, ഓപ്ഷൻ ബി സർഗാത്മകത, ഓപ്ഷൻ സി അൽഗോരിതം, ഓപ്ഷൻ ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ ഹ്യൂറിസ്റ്റിക്, ഓപ്ഷൻ ബി സർഗാത്മകത, ഓപ്ഷൻ സി അൽഗോരിതം, ഓപ്ഷൻ ഡി മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സർഗാത്മകത എന്നുള്ളതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈകാരിക ബുദ്ധിയുടെ വക്താവാണ്? വൈകാരിക ബുദ്ധിയുടെ വക്താവാണ്? ഓപ്ഷൻ എ ഗോൾമാൻ, ഓപ്ഷൻ ബി തേഴ്സ്റ്റൺ, ഓപ്ഷൻ സി ഗാർഡനർ, ഓപ്ഷൻ ഡി ബീനെ. വൈകാരിക ബുദ്ധിയുടെ വക്താവാണ് ഓപ്ഷൻ എ ഗോൾമാൻ, ഓപ്ഷൻ ബി തേഴ്സ്റ്റൺ, ഓപ്ഷൻ സി ഗാർഡനർ, ഓപ്ഷൻ ഡി ബീനെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഗോൾമാൻ ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾ സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന ബോധന രീതിയാണ്? കുട്ടികൾ സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന ബോധന രീതിയാണ്? ഓപ്ഷൻ എ വ്യക്തി കേന്ദ്രീകരണ പഠനം, ഓപ്ഷൻ ബി സഹകരണ പഠനം, ഓപ്ഷൻ സി സെമിനാർ അവതരണം, ഓപ്ഷൻ ഡി സാമൂഹ്യ നാടകം. ഓപ്ഷൻസ് ഒന്നുകൂടി പറയാണ്. ഓപ്ഷൻ എ വ്യക്തി കേന്ദ്രീകരണ പഠനം, ഓപ്ഷൻ ബി സഹകരണ പഠനം, ഓപ്ഷൻ സി സെമിനാർ അവതരണം, ഓപ്ഷൻ ഡി സാമൂഹ്യ നാടകം. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് സഹകരണ പഠനം എന്നതാണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? പിയാഷെയുടെ വൈജ്ഞാനിക വികസന
സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി അധിനിവേശം, ഓപ്ഷൻ സി സ്കഫോൾഡ്, ഓപ്ഷൻ ഡി സ്കീമ. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ സ്വാംശീകരണം, ഓപ്ഷൻ ബി അധിനിവേശം, ഓപ്ഷൻ സി സ്കഫോൾഡ്, ഓപ്ഷൻ ഡി സ്കീമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്കഫോൾഡ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. നിരാശാജനകമായ സാഹചര്യത്തെ നേരിടുന്നതിന് വ്യക്തി അവലംബിക്കുന്ന അബോധപൂർവമായ പ്രതിരോധ തന്ത്രങ്ങളാണ്. ഓപ്ഷൻ എ മാനസിക സംഘർഷം, ഓപ്ഷൻ ബി സമായോജന തന്ത്രങ്ങൾ, ഓപ്ഷൻ സി അപസമായോജനം, ഓപ്ഷൻ ഡി സമായോജനം. ഓപ്ഷൻ എ മാനസിക സംഘർഷം, ഓപ്ഷൻ ബി സമായോജന തന്ത്രങ്ങൾ, ഓപ്ഷൻ സി അപസമായോജനം, ഓപ്ഷൻ ഡി സമായോജനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സമായോജന തന്ത്രങ്ങൾ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാ പ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ്. ചാലകശേഷി വികസനത്തിൽ ചലനക്ഷമത ശിരസിൽ നിന്നും പാദത്തിലേക്ക് എന്ന ദിശാ പ്രവണത കാണിക്കുന്നു. ഈ വികസന പ്രവണതയാണ്. ഓപ്ഷൻ എ സെഫാലോകോഡൽ പ്രവണത, ഓപ്ഷൻ ബി ക്രമാനുഗതം, ഓപ്ഷൻ സി വ്യത്യസ്തം, ഓപ്ഷൻ ഡി പ്രവചനക്ഷമം. ഓപ്ഷൻ എ സെഫാലോകോഡൽ പ്രവണത, ഓപ്ഷൻ ബി ക്രമാനുഗതം, ഓപ്ഷൻ സി വ്യത്യസ്തം, ഓപ്ഷൻ ഡി പ്രവചനക്ഷമം. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, സെഫാലോകോഡൽ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാന ലക്ഷ്യമാണ്. ഓപ്ഷൻ എ വ്യക്തികളുടെ ശക്തിയും കഴിവുകളും പരിപോഷിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ബി മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഓപ്ഷൻ സി വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്, ഓപ്ഷൻ ഡി വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. ഓപ്ഷൻ എ വ്യക്തികളുടെ ശക്തിയും കഴിവും പരിപോഷിപ്പിക്കുന്നതിന്, ഓപ്ഷൻ ബി മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഓപ്ഷൻ സി വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കുറയ്ക്കുന്നതിന്, ഓപ്ഷൻ ഡി വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈകല്യമുള്ള കുട്ടികൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകുന്നതിന്. 27ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത്. യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം ഭാഷാ വികസനത്തിൽ മുന്നോട്ട് വെച്ചത്. ഓപ്ഷൻ എ റോജർ, ഓപ്ഷൻ ബി ബന്ദുര, ഓപ്ഷൻ സി മാസ്ലോ, ഓപ്ഷൻ ഡി ചോംസ്കി. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ റോജർ, ഓപ്ഷൻ ബി ബന്ദുര, ഓപ്ഷൻ സി മാസ്ലോ, ഓപ്ഷൻ ഡി ചോംസ്കി. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ചോംസ്കി ആണ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ്. വ്യവഹാര പഠനം നടക്കുന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ്. ഓപ്ഷൻ എ പൗരാണികാനുബന്ധന സിദ്ധാന്തം, ഓപ്ഷൻ ബി അന്തർദൃഷ്ടി പഠനം, ഓപ്ഷൻ സി സാമൂഹിക പഠനം, ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം. ഓപ്ഷൻ എ പൗരാണികാനുബന്ധന സിദ്ധാന്തം, ഓപ്ഷൻ ബി അന്തർദൃഷ്ടി പഠനം, ഓപ്ഷൻ സി സാമൂഹിക പഠനം, ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എ ആണ്, പൗരാണികാനുബന്ധന സിദ്ധാന്തം. അടുത്തതായിട്ട് 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ്. കുട്ടികളെ കുറിച്ചുള്ള സ്വഭാവ വിവരണങ്ങളും പ്രത്യേക സംഭവങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ്. ഓപ്ഷൻ എ സഞ്ചിത രേഖ,
ഓപ്ഷൻ ബി ഉപാഖ്യാന രേഖ, ഓപ്ഷൻ സി ലോഗ് ബുക്ക്, ഓപ്ഷൻ ഡി ഹാജർ പുസ്തകം. ഓപ്ഷൻ എ സഞ്ചിത രേഖ, ഓപ്ഷൻ ബി ഉപാഖ്യാന രേഖ, ഓപ്ഷൻ സി ലോഗ് ബുക്ക്, ഓപ്ഷൻ ഡി ഹാജർ പുസ്തകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉപാഖ്യാന രേഖ. അടുത്തതായിട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനം തടസ്സമാകുന്നതിനെ പറയുന്നത്. പണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നതിൽ പുതിയ പഠനം തടസ്സമാകുന്നതിനെ പറയുന്നത്. ഓപ്ഷൻ എ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഓപ്ഷൻ ബി പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഓപ്ഷൻ സി ഓർമ്മയുടെ അംശം, ഓപ്ഷൻ ഡി പുനഃപ്രാപ്തി. ഓപ്ഷൻ എ റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഓപ്ഷൻ ബി പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ, ഓപ്ഷൻ സി ഓർമ്മയുടെ അംശം, ഓപ്ഷൻ ഡി പുനഃപ്രാപ്തി. ഇതിൽ ഓപ്ഷൻ എ ആണ് റിട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ. അടുത്ത ചോദ്യം, ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടത്? ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ മക്ലെലൻഡ്, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി സ്കിന്നർ. ഓപ്ഷൻ ഒന്നുകൂടെ പറയാണ്. ഓപ്ഷൻ എ മക്ലെലൻഡ്, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി സ്കിന്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മക്ലെലൻഡ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കുന്നത്. 12നും 18നും ഇടയിൽ പ്രായപരിധിയുള്ളവരെ വിളിക്കുന്നത്. ഓപ്ഷൻ എ പ്രായപൂർത്തിയായവർ, ഓപ്ഷൻ ബി കൗമാരക്കാർ, ഓപ്ഷൻ സി മധ്യവയസ്കർ, ഓപ്ഷൻ ഡി കുട്ടിക്കാലം. ഓപ്ഷൻ എ പ്രായപൂർത്തിയായവർ, ഓപ്ഷൻ ബി കൗമാരക്കാർ, ഓപ്ഷൻ സി മധ്യവയസ്കർ, ഓപ്ഷൻ ഡി കുട്ടിക്കാലം. നിങ്ങൾക്ക് എന്നാ അറിയാലോ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കൗമാരക്കാർ. അടുത്ത ചോദ്യം, ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യമായി വരുന്നത്? ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യമായി വരുന്നത്? ഓപ്ഷൻ എ കേൾവി ദുർബലമായവർക്ക്, ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്. ഓപ്ഷൻ എ കേൾവി ദുർബലമായവർക്ക്, ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? തുടർ മൂല്യനിർണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഓപ്ഷൻ ബി ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഓപ്ഷൻ സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. ഓപ്ഷൻ എ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഓപ്ഷൻ ബി ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഓപ്ഷൻ സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷതയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്വയം അറിയാനുള്ള കഴിവ്, ഓപ്ഷൻ ബി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ സി അനുതാപം, ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം. ഓപ്ഷൻ എ സ്വയം അറിയാനുള്ള കഴിവ്, ഓപ്ഷൻ ബി സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്, ഓപ്ഷൻ സി അനുതാപം, ഓപ്ഷൻ ഡി സ്വയം ആക്രമണ സ്വഭാവം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വയം ആക്രമണ സ്വഭാവം. അടുത്ത ചോദ്യം, രണ്ടു ചരങ്ങൾ തമ്മിലുള്ള താത്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. രണ്ടു ചരങ്ങൾ തമ്മിലുള്ള താത്കാലിക ബന്ധം സൂചിപ്പിക്കുന്ന പ്രസ്താവനയ്ക്ക് പറയാവുന്നത്. ഓപ്ഷൻ എ സങ്കലനം, ഓപ്ഷൻ ബി നിഗമനം, ഓപ്ഷൻ സി കോറിലേഷൻ, ഓപ്ഷൻ ഡി ഊഹിച്ചെടുക്കൽ. ഓപ്ഷൻ എ സങ്കലനം, ഓപ്ഷൻ ബി നിഗമനം, ഓപ്ഷൻ സി കോറിലേഷൻ, ഓപ്ഷൻ ഡി ഊഹിച്ചെടുക്കൽ.
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സങ്കലനം എന്നതാണ്. അടുത്ത ചോദ്യം, ബഹു ഇന്ദ്രിയ സമീപനം അഥവാ മൾട്ടി സെൻസറി സമീപനം ഏറ്റവും അനുയോജ്യമായത്. ബഹു ഇന്ദ്രിയ സമീപനം ഏറ്റവും അനുയോജ്യമായത്. ഓപ്ഷൻ എ കാഴ്ച ദുർബലമായവർക്ക്, ഓപ്ഷൻ ബി കേൾവി ദുർബലമായവർക്ക്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്. ഓപ്ഷൻ എ കാഴ്ച ദുർബലമായവർക്ക്, ഓപ്ഷൻ ബി കേൾവി ദുർബലമായവർക്ക്, ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പഠന വൈകല്യമുള്ളവർക്ക്. അടുത്ത ചോദ്യം, വ്യക്തിത്വം സംബന്ധിച്ച ട്രേറ്റ് സമീപനം ആരുടേതാണ്? വ്യക്തിത്വം സംബന്ധിച്ച ട്രേറ്റ് സമീപനം ആരുടേതാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി മാസ്ലോ, ഓപ്ഷൻ സി ആൽപോർട്ട്, ഓപ്ഷൻ ഡി പിയാഷെ. ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി മാസ്ലോ, ഓപ്ഷൻ സി ആൽപോർട്ട്, ഓപ്ഷൻ ഡി പിയാഷെ. ട്രേറ്റ് സമീപനം നമുക്കറിയാവുന്നതാണ്, ഓപ്ഷൻ സി ആൽപോർട്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഒരമ്മ തൻ്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്. ഒരമ്മ തൻ്റെ മകന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും പൂർത്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതേസമയം മകളുടെ ആവശ്യങ്ങളിൽ അലംഭാവവും അവഗണനയും കാണിക്കുന്നു. ഇവിടെ അമ്മയുടെ പെരുമാറ്റത്തെ പറയാവുന്നത്. ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ലിംഗസമത്വം, ഓപ്ഷൻ സി ലിംഗവിവേചനം, ഓപ്ഷൻ ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ലിംഗസമത്വം, ഓപ്ഷൻ സി ലിംഗവിവേചനം, ഓപ്ഷൻ ഡി ജെൻഡർ സെൻസിറ്റിവിറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലിംഗവിവേചനം. അടുത്ത ചോദ്യം, ആഗമന രീതിയിലുള്ള ബോധനം എന്നത്. ഓപ്ഷൻ എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക്, ഓപ്ഷൻ ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്, ഓപ്ഷൻ സി സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്, ഓപ്ഷൻ ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നങ്ങളിലേക്ക്. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഓപ്ഷൻ എ പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക്, ഓപ്ഷൻ ബി സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്, ഓപ്ഷൻ സി സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്, ഓപ്ഷൻ ഡി പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നങ്ങളിലേക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്. അടുത്ത ചോദ്യം, അപ്പർ പ്രൈമറി വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? അപ്പർ പ്രൈമറി വിദ്യാർത്ഥിനിയായ റാണിക്ക് പഠിക്കുമ്പോൾ ചർച്ചകളും സംഘപ്രവർത്തനങ്ങളും നടത്തുന്നത് മെച്ചമാണെന്ന് കാണുന്നു. അവൾ ഏത് ബുദ്ധിയിൽ മേൽക്കൈ കാണിക്കുന്നു? ഓപ്ഷൻസ് എ ഭാഷാപരമായ ബുദ്ധി, ഓപ്ഷൻ ബി ഇന്റർപേഴ്സണൽ ബുദ്ധി, ഓപ്ഷൻ സി ബോഡിലി കൈനസ്തെറ്റിക് ബുദ്ധി, ഓപ്ഷൻ ഡി യുക്തി ഗണിത ബുദ്ധി. ഓപ്ഷൻ എ ഭാഷാപരമായ ബുദ്ധി, ഓപ്ഷൻ ബി ഇന്റർപേഴ്സണൽ ബുദ്ധി, ഓപ്ഷൻ സി ബോഡിലി കൈനസ്തെറ്റിക് ബുദ്ധി, ഓപ്ഷൻ ഡി യുക്തി ഗണിത ബുദ്ധി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്റർപേഴ്സണൽ ബുദ്ധി. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരുവാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ്. കുട്ടികൾക്ക് അവരുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നല്ല പൗരന്മാരായി വളരുവാനും ഉതകുന്ന രീതിയിൽ നൽകപ്പെടുന്ന മാർഗനിർദ്ദേശമാണ്. ഓപ്ഷൻ എ വ്യക്തിപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ബി വിദ്യാഭ്യാസപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ സി തൊഴിൽപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ഡി സംഘ മാർഗനിർദ്ദേശം. ഓപ്ഷൻ എ വ്യക്തിപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ബി വിദ്യാഭ്യാസപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ സി തൊഴിൽപരമായ മാർഗനിർദ്ദേശം, ഓപ്ഷൻ ഡി സംഘ മാർഗനിർദ്ദേശം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സംഘ മാർഗനിർദ്ദേശം. അടുത്ത ചോദ്യം, സ്വയം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ
കാരണമേത്? സ്വയം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ലേണിംഗ് കർവ് വരയ്ക്കുന്ന വേളയിൽ ഭൂരിഭാഗം കുട്ടികളുടെ ഗ്രാഫിലും സമപീഠസ്ഥലികൾ കൂടുതലായി കാണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ കാരണമേത്? ഓപ്ഷൻ എ ബോധന രീതിയുടെ പോരായ്മ, ഓപ്ഷൻ ബി നൂതനമായ ബോധന രീതികൾ, ഓപ്ഷൻ സി യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ, ഓപ്ഷൻ ഡി ഉന്നത നിലയിലുള്ള അഭിപ്രേരണ. ഓപ്ഷൻ എ ബോധന രീതിയുടെ പോരായ്മ, ഓപ്ഷൻ ബി നൂതനമായ ബോധന രീതികൾ, ഓപ്ഷൻ സി യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ, ഓപ്ഷൻ ഡി ഉന്നത നിലയിലുള്ള അഭിപ്രേരണ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, യഥാർത്ഥ നിലയിലുള്ള ഉത്കർഷേച്ഛ. അടുത്ത ചോദ്യം, ആനന്ദപ്രാപ്തിക്കായി ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളെ പറയുന്നത്. ആനന്ദപ്രാപ്തിക്കായി ഇത് തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളെ പറയുന്നത്. ഓപ്ഷൻ എ റിഫ്ലക്സുകൾ, ഓപ്ഷൻ ബി കാത്തക്സുകൾ, ഓപ്ഷൻ സി ലിബിഡോകൾ, ഓപ്ഷൻ ഡി ഇൻട്രോജക്ഷൻ. ഓപ്ഷൻ എ റിഫ്ലക്സുകൾ, ഓപ്ഷൻ ബി കാത്തക്സുകൾ, ഓപ്ഷൻ സി ലിബിഡോകൾ, ഓപ്ഷൻ ഡി ഇൻട്രോജക്ഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാത്തക്സുകൾ. അടുത്ത ചോദ്യം, സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാണ്? സൈക്കോ സോഷ്യൽ തിയറി ആരുടേതാണ്? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി എറിക്സൺ, ഓപ്ഷൻ സി കോൾബർഗ്, ഓപ്ഷൻ ഡി യുങ്. ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി എറിക്സൺ, ഓപ്ഷൻ സി കോൾബർഗ്, ഓപ്ഷൻ ഡി യുങ്. സൈക്കോ സോഷ്യൽ തിയറി എറിക്സന്റേതാണ്. അപ്പം കറക്റ്റ് ആൻസർ ബി ആണ്, എറിക്സൺ എന്നുള്ളതാണ്. ചോദ്യം, സിനെറ്റിക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനെറ്റിക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബുദ്ധി, ഓപ്ഷൻ ബി മനോഭാവം, ഓപ്ഷൻ സി അഭിഭാവം, ഓപ്ഷൻ ഡി ക്രിയാത്മകത. ഓപ്ഷൻ എ ബുദ്ധി, ഓപ്ഷൻ ബി മനോഭാവം, ഓപ്ഷൻ സി അഭിഭാവം, ഓപ്ഷൻ ഡി ക്രിയാത്മകത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്രിയാത്മകത എന്നതാണ്. അടുത്ത ചോദ്യം, സ്പൈറൽ കരിക്കുലം എന്നത് ആരുടെ ആശയമാണ്? സ്പൈറൽ കരിക്കുലം എന്നത് ആരുടെ ആശയമാണ്? ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബന്ദുര, ഓപ്ഷൻ സി ബ്രൂണർ, ഓപ്ഷൻ ഡി സ്കിന്നർ. ഓപ്ഷൻ എ പിയാഷെ, ഓപ്ഷൻ ബി ബന്ദുര, ഓപ്ഷൻ സി ബ്രൂണർ, ഓപ്ഷൻ ഡി സ്കിന്നർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബ്രൂണർ. അടുത്ത ചോദ്യം, TAT എന്ന തന്ത്രം വികസിപ്പിച്ചതാരാണ്? TAT എന്ന തന്ത്രം വികസിപ്പിച്ചതാരാണ്? ഓപ്ഷൻ എ മോറിനോ, ഓപ്ഷൻ ബി മോർഗൻ ആൻഡ് മുറേ, ഓപ്ഷൻ സി ബെല്ലാക്, ഓപ്ഷൻ ഡി റോഷ. ഓപ്ഷൻ എ മോറിനോ, ഓപ്ഷൻ ബി മോർഗൻ ആൻഡ് മുറേ, ഓപ്ഷൻ സി ബെല്ലാക്, ഓപ്ഷൻ ഡി റോഷ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മോർഗൻ ആൻഡ് മുറേ. അടുത്ത ചോദ്യം, ബുദ്ധിയെ സംബന്ധിച്ച സംഘഘടനാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ബുദ്ധിയെ സംബന്ധിച്ച സംഘഘടനാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓപ്ഷൻ എ തേഴ്സ്റ്റൺ, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. ഓപ്ഷൻ എ തേഴ്സ്റ്റൺ, ഓപ്ഷൻ ബി സ്പിയർമാൻ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി ഗിൽഫോർഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, തേഴ്സ്റ്റൺ എന്നത്. അടുത്ത ചോദ്യം, കൺസെപ്റ്റ് മാപ്പിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസെപ്റ്റ് മാപ്പിംഗ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നൊവാക്, ഓപ്ഷൻ ബി സ്റ്റീവൻസൺ, ഓപ്ഷൻ സി സ്റ്റാൻലി, ഓപ്ഷൻ ഡി റോജേഴ്സ്. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഓപ്ഷൻ എ നൊവാക്, ഓപ്ഷൻ ബി സ്റ്റീവൻസൺ, ഓപ്ഷൻ സി സ്റ്റാൻലി, ഓപ്ഷൻ ഡി റോജേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നൊവാക് എന്നതാണ്. ഇതോടെ നമ്മൾ ഒരു 50 സെറ്റോളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നമ്മുടെ ഇനിയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു.